നമസ്തേ. കർക്കടക പുണ്യമാസം 28 ദിവസം അധ്യാത്മരാമായണ പാരായണം. യുദ്ധകാന്ഡം തുടർച്ച. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപത്മേഷുരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. പാരായണം ചെയ്യുന്ന ഭാഗങ്ങൾ: മേഘനാദവധം, രാവണവിലാപം, രാവണന്റെ ഹോമവിഘ്നം. മേഘനാദവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധൗ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്കാമതിലുകൾ. വൈക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയും വൃക്ഷങ്ങളൊക്കെ മുറിക്കാതെരുതരേ. കൂപതടാകങ്ങൾ തൂർക്കാകിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടി നയക്കാമനുക്ഷണം. എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ടു ചെന്നു തരുതരെ വെച്ചു തുടങ്ങിനാർ. പ്രാസാദഗോപുരഹർമ്മ്യഗേഹങ്ങളും കാശീസകാഞ്ചനരൂപ്യതാമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജീ സമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം ഭൂതിയായി വന്നിതു. രാത്രിഞ്ചര സ്ത്രീകൾ വെന്തലറിപ്പാഞ്ഞ് ആർത്തിമുഴുത്തു തെരുതെരച്ചാകയും. മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ പൊഴിക്കയും. കോത്രാരിജിത്തും ജയിച്ചതുമെത്രയും പാർത്തോളം അദ്ഭുതമെന്നു പറകയും.
രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജ്യാനാഥഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട തുരങ്കങ്ങൾ നാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞിത് ചിന്ത മുഴുത്തു ദശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളോരു കുംഭനോടാശു നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനുമന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടാൻ. കമ്പനൻ താനും പ്രജംഗനുമെത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവ് ഇമ്പം കലർന്നടുത്താർ കവിവീരരും. രാത്രിയിൽ ആർത്തങ്ങടുത്തു പുരുതൊരു രാത്രിഞ്ചരന്മാർ തെരുതെരച്ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ വേദിച്ചു ധാത്രിയിൽ വീഴുകയും ഏറ്റുപിടിച്ചു മടിച്ചു പിടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചും മരാമരം തോറ്റുപോകായികെന്ന് ചൊല്ലിയടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാരഭിമാനം നടിച്ചും ത്യജിച്ചും കളേവരം. 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരി പൂക്കിതേറ്റ രക്ഷോഗണം. കമ്പനൻ വൻപോടടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത ജംഭാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം. പിമ്പേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യുവാക്ഷനും തഥാ ശോണിതേനേത്രനും. കോപിച്ചടുത്താരതു നേരമംഗദൻ കൗണപന്മാർ മൂവരോടും പൊരുത് അതിക്ഷീണനായി വന്നിതു ബാലിതനയനും മൈന്ദരുമാശു വിവിധനുമായി തത്ര മന്ദേതരം വന്നടുത്താരതു നേരം. കൊന്നാൻ പ്രജംഗനെ താരേയൻ അധ പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ. കൊന്നിതു ശോണിത നേത്രനെയും അധ മൈന്ദനും യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ. നക്തഞ്ചരവരന്മാർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ. വമ്പരാം വാനരന്മാരൊക്കെ മണ്ടിനാർ. സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണുഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ. മുഷ്ടിയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ. വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ. സൂര്യാത്മജൻ അത് കണ്ട് കോപിച്ചു സൂര്യാത്മജാലത്തിനയച്ചിടിനാൻ. സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെപ്പോലെ രണാജിരേ സിംഹനാദം ചെയ്തടുത്താനതു നേരം. സുഗ്രീവനെ പിന്നിലിട്ടു പാദാത്മജൻ
അഗ്രേ ചെറുത്താൻ നികുംഭനെ തൽക്ഷണേ. മാരുതി മാറിലടിച്ചാൻ നികുംഭനും പാരിൽ നുറുങ്ങി വീണു തൽപരിഘവും. ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാനതി ക്രുധനായോരു ജഗൽ പ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ. ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നടുത്താർ കപിവീരരും. ലങ്കയിൽ പൂക്കടച്ചാരവരും ചെന്നു ലങ്കേശനോടറിയിച്ചാരവസ്ഥകൾ. കുംഭാദികൾ മരിച്ചോരു ദന്തം കേട്ടു ജംഭാരി വൈരിയും ഭീതി പൂണ്ടിടിനാൻ. പിന്നെ ഹരാത്മജനാം മകരാക്ഷനോട് അന്യൂനകോപേന ചൊന്നാൻ ദശാനനൻ. ചെന്നു നീ രാമാദികളെ ജയിച്ചിങ്ങു വന്നിടൂ എന്നേരം മകരാക്ഷനും തന്നെ സൈന്യസമേതം പുറപ്പെട്ടു. സന്നാഹമോടുമടുത്തു രണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ വന്യകീലാകാരമായി ചൊരിഞ്ഞിടിനാൻ. നിന്നുകൂടാഞ്ഞു ഭയപ്പെട്ടു വാനരർ ചെന്നഭയം തരികെന്നു രാമാന്തിയെ. നിന്നു പറഞ്ഞതു കേട്ടളവ് രാമചന്ദ്രനും വില്ലും കുഴിയെക്കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നണഞ്ഞു ബാണങ്ങൾ തൂകിയിടിനാൻ. ഒന്നിനൊന്നൊപ്പം എയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും. അന്യോന്യമൊപ്പം പൊരുതു നിൽക്കും നേരമൊന്നു തളർന്നു ചമഞ്ഞു ഖരാത്മജൻ. അപ്പോൾ കൊടിയും കുടയും കുതിരയും തൽപാണി തന്നിലിരുന്നൊരു ചാപവും തേരും പൊടിപെടുത്താനെയ്തു രാഘവൻ. സാരഥി തന്നെയും കൊന്നാനതു നേരം. പാരിലമ്മാറു ചാടിശൂലവും കൊണ്ട് പാരമടുത്ത മകരാക്ഷനെത്തതാ. പവകാസ്ത്രം കൊണ്ടു കണ്ഠവും ഛേദിച്ചു ദേവകൾക്കാവത്തുമൊട്ടു തീർത്തിടിനാൻ. രാവണിതാനതറിഞ്ഞു കോപിച്ചു വന്ന് ഏവരെയും പൊരുതാശു പുറത്താക്കി രാവണനോടറിയിച്ചാനതു കേട്ടു. ദേവകുലാന്തകനാകിയ രാവണൻ ഈരേഴു ലോകം നടുങ്ങുംപടി പരിചാരകന്മാരോടുകൂടി പുറപ്പെട്ടാൻ. അപ്പോൾ അതു കണ്ടു മേഘനിനാദനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിടിനാൻ. ഇപ്പോൾ അടിയനരികളെ നിഗ്രഹിച്ച് ഉൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ. അന്തംപുരം പൂക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുതിതു കാരണം. ഇത്തം പറഞ്ഞു പിതാവിനെ വന്ദിച്ചു വൃത്രാരിജിത്തും പുറപ്പെട്ടു പോരിനായി. യുദ്ധോദ്യമം കണ്ടു സൗമിത്രി ചെന്ന് കാകുൽസ്ഥനോടിത്തമുണർത്തിച്ചരുളിനാൻ. നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടനന്തം വരുത്തുന്നതെത്ര നാളേക്ക് പൊറുക്കണമിങ്ങനെ. ബ്രഹ്മാസ്ത്രമെയ്തു നിശാചരന്മാർ കുലം ഉന്മൂലനാശം വരുത്തുക സത്വരം. സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത
രാമഭദ്രസ്വാമി താനുമരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ചു നേരെ വരാതവരോടും ഭയം പൂണ്ടു പാതാന്തികെ വന്നു വീഴുന്നവരോടും പൈതാമഹാസ്ത്രം പ്രയോഗിക്കരുതെടോ. പാതകമുണ്ടാമതല്ലായിലേവനും ഞാനിവനോട് പോർ ചെയ്വനെല്ലാവരും ദീനതയെന്നിയെ കണ്ടു നിന്നീടുവിൻ എന്നരുൾ ചെയ്തു. വില്ലും കുലച്ച് അന്തികെ സന്നദ്ധനായതു കണ്ടൊരു രാവണി തൽക്ഷണേ ചിന്തിച്ചു കൽപ്പിച്ചു. ലങ്കയിൽ പൂക്കു മായാസീതയെ തേരിൽ വച്ചുടൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു. നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായാസീതയെ കണ്ടു ദുഃഖിച്ചു. മാരുതിതാനും പരവശനായിതു. വാനരവീരരെല്ലാവരും കാണവേ ജാനകീ ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ടു മയ്യൽ മിഴിയാൾ മുറവിളിച്ചിടിനാൾ. ചോരയും പാരിൽ പരന്നിതതു കണ്ടു മാരുതി ജാനകി എന്നു തേറിയിടിനാൻ. ശോഭയില്ലേതും നമുക്കിനി യുദ്ധത്തിനാവത്തിതിൽ പരമെന്തുള്ളതീശ്വര. നാമിനി വാങ്ങുക സീതാവധം മമ സ്വാമി തന്നോടുണർത്തിപ്പാൻ കവികളെ. ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ചു ശോകാതുരനായ മാരുതനന്ദനൻ. ചെല്ലുന്നതു കണ്ടു രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോടു സാകുലം. മാരുതി എന്തുകൊണ്ടിങ്ങോട്ടു പോന്നിതു പോരിൽ പുറന്തിരിഞ്ഞിടുമാറില്ലവൻ. നീ കൂടെയങ്ങു ചെന്നിടുക സത്വരം ലോകേശനന്ദന പാർക്കരുതേതുമേ. ഇത്തമാകർണ്യ വിധിസൂതനും കവിസ്വത്തമന്മാരുമായി ചെന്നു ലഘുതരം. എന്തുകൊണ്ടിങ്ങു വാങ്ങിപ്പോന്നിതു ഭവാൻ ബന്ധമെന്തങ്ങോട്ടു തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ. ഇന്നു പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഒരവസ്ഥയുണ്ടായിട്ട് അതിപ്പോഴേ ചെന്നു ജഗൽസ്വാമിയോടുണർത്തിക്കണം. പോരിക നീയുമിങ്ങോട്ടിനി എന്നുടൻ മാരുതി ചൊന്നതു കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചിതു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ. ഭൂമിയിൽ വീണു മോഹിച്ചു രഘുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമുടി ചെന്നു മടിയിലെടുത്തു ചേർത്തിയിടിനാൻ. മന്നവൻ തൻ പദമഞ്ജനാപുത്രനും ഉത്സംഗസീമനി ചേർത്താനതു കണ്ടു നിസ്സഞ്ജരായൊക്കെ നിന്നു കവികളും. ദുഃഖം കെടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി കുമാരനും. എന്തോരു ഘോഷമുണ്ടായതെന്നാത്മനി ചിന്തിച്ചവിടേക്കു വന്നു വിഭീഷണൻ. ചോദിച്ച നേരം കുമാരൻ പറഞ്ഞിതു മാതരിശ്വാത്മജൻ ചൊന്ന വൃത്താന്തങ്ങൾ. കൈയണ കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്കന്മാരെന്തറിഞ്ഞോ വിഭോ,
ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലാരുമുണ്ടായി വരാ. മായാനിപുണനാം മേഘനിനാഥൻ ഇക്കാര്യമനുഷ്ഠിച്ചതെന്തിനെന്നാശുകേൾ. മർക്കടന്മാർ ചെന്നുപദ്രവിച്ചിടാതെ തക്കത്തിലാശു നികുംഭിലയിൽ ചെന്നു പൂക്കുടൻ തന്നെ ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ടോരുപായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കേണം, അല്ലായെന്നും അവനെ വധിക്കരുതാർക്കുമേ. രാഘവ സ്വാമിൻ ജയ ജയ, മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്കൂദയാനിധേ. ലക്ഷ്മണനും അടിയനും കവികുലമുഖ്യപ്രവരുമായിട്ടു പോകണം. ഓർത്തുകാലം കളഞ്ഞിടരുതേതുമേ. യാത്രയയക്കേണമെന്നു വിഭീഷണൻ ചൊന്നതു കേട്ടളവ് ആലസ്യവും തീർന്നു. മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ച നേരത്തു കൃതാർത്ഥനായി ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസപുങ്കവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്നു ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്നനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകപിസേനയും രക്ഷോവരനും നടന്നാരതു നേരം. മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലനിന്ദ്രാത്മജാത്മജൻ കേസരിതാരനും ശൂരൻ വൃഷഭൻ ശരഭൻ വിനദനും വീരൻ പ്രമാദി ശതബലി ജാംബവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ ദധിമുഖൻ അഗ്നിമുഖൻ ഗജൻ മേതുരൻ ധൂമ്രൻ ഗവയൻ ഗവാക്ഷനും മറ്റുമിത്യാദി ചൊല്ലുള്ള കവികളും മുറ്റും നടന്നിതു ലക്ഷ്മണൻ തന്നോടും. മുന്നിൽ നടന്നു വിഭീഷണൻ താനുമായി ചെന്നു നികുംഭിലകം പൂക്കും നിറഞ്ഞിതു. അത്തഞ്ചരമരന്മാരെ ചുടലവേ നിർത്തി ഹോമം തുടങ്ങിയിടിനാൻ രാവണീ. കല്ലും മലയും മരവുമെടുത്തുകൊണ്ട് എല്ലാവരുമായടുത്തു കവികളും ഏറ്റുമേറും കൊണ്ടു വീണു തുടങ്ങിനാർ. അറ്റമില്ലാതോരോ രാക്ഷസവീരരും മുറ്റുകയില്ല ഹോമം നമുക്കിനി പറ്റലരെ ചെറ്റകറ്റിയൊഴിഞ്ഞെന്നു കൽപ്പിച്ചു രാവണി വില്ലും ശരങ്ങളും കൽപ്പോടെടുത്തു പോരിനടുത്തിടിനാൻ. മുമ്പിൽ വേഗം പൂണ്ടടുക്കുന്ന മാരുത സംഭവൻ തന്നെ തടുത്തു നിർത്തിയിടിനാൻ. വന്നു നികുംഭിലയാൽ തറമേലേറി നിന്നു ദശാനനപുത്രനുമന്നേരം. കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് കുണ്ടത തീർത്തു പറഞ്ഞു തുടങ്ങിനാൻ. വീരാ കഴിഞ്ഞീല ഹോമമിവനെങ്കിൽ നേരെ വെളിച്ചത്തു കണ്ടുകൂടാ ദൃഢം. മാരുതനന്ദനൻ തന്നോട് കോപിച്ചു നേരിട്ട് വന്നതു കണ്ടതില്ലേ ഭവാൻ. മൃത്യുസമയമടുത്തിതിവന്നിനി യുദ്ധം തുടങ്ങുക വൈകരുതേതുമേ. ഇത്തം വിഭീഷണൻ ചൊന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ. പ്രസ്ത്യസ്ത ശസ്ത്രങ്ങൾ കൊണ്ട് തടുത്ത്
ഇന്ദ്രജിത്തും അത്യർത്ഥമസ്ത്രങ്ങളെയ്തിടിനാൻ. അപ്പോൾ കഴുത്തിലെടുത്തു മരുൾ സുതൻ ഉൽപ്പന്നമോദം കുമാരനസാദരം. ലക്ഷ്മണപാർശ്വേ വിഭീഷണനെ കണ്ട് തൽക്ഷണം ചൊന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ ഒടുക്കുവാൻ ശത്രുജനത്തിനു ഭൃത്യനായിങ്ങനെ നിത്യവും വേല ചെയ്യുന്നതോർത്തിടിനാൽ എത്രയും നന്നെന്നതേ ചൊല്ലാവൂ. ഗോത്രവിനാശം വരുത്തും ജനങ്ങൾക്ക് പാർത്തു കണ്ടോളം ഗതിയില്ല നിർണയം. ഊർധ്വലോകപ്രാപ്തി സന്തതി കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നല്ലോ ബുധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെയൊടുക്കുവാനാസ്ഥയാ വേല ചെയ്യുന്നതും അദ്ഭുതം എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവുമറിക നീ വംശം മുടിക്കുന്നതിന്നു നീ ഏതുമേ സംശയമില്ല വിചാരിക്ക മാനസേ. വംശത്തെ രക്ഷിച്ചുകൊള്ളുവനിന്നു ഞാൻ അംശുമാലി കുലനായകാനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണങ്ങൾ തൂകി കുമാരനും. എല്ലാം അതെയ്തു മുറിച്ചു കളഞ്ഞഥ ചൊല്ലിനാനാശു സൗമിത്രീ തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാരാ വിശേഷിച്ചും. കണ്ടുകൊൾകല്ലായിലിന്നു ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ. ഇത്തം പറഞ്ഞേഴു ബാണങ്ങൾ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കീറിനാനേറ്റവും. 10 ബാണം വായുപുത്രനേൽപ്പിച്ചു സത്വരം പിന്നെ വിഭീഷണൻ തന്നെയും. 100 ശരമെയ്തു വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാൻ. തൽക്ഷണേ ബാണം മഴ പൊഴിയും വണ്ണം ലക്ഷ്മണൻ തൂകിനാൻ ശക്രാരിമേനിമേൽ. വൃത്രാരിയിത്തും ശരസഹസ്രേണ സൗമിത്രീ കവചം മുറുക്കിയിട്ടിടിനാൻ. രക്താഭിഷിക്ത ശരീരികളായത് നക്തഞ്ചരനും സുമിത്രാതനയനും. പാരമടുത്തഞ്ചു ബാണം പ്രയോഗിച്ചു തേരും പൊടിച്ചു കുതിരകളെ കൊന്ന് സാരഥി തന്റെ തലയും മുറിച്ച് അതിസാരമായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപമെടുത്തു കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ തൂകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടിനാൻ. മന്നവൻ പങ്ക്തി കണ്ടാത്മജനം നേരം ഊറ്റമായൊരു വില്ലും കുഴിയെക്കുലച്ച് ഏറ്റമടുത്തു ബാണങ്ങൾ തൂകിയിടിനാൻ. സത്വരം ലങ്കയിൽ പൂക്കു തേരും പൂട്ടി വിദ്രുതം വന്നിതു രാവണപുത്രനും. ആരുമറിഞ്ഞീല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചിതന്നേരം. ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസ സംഭവനാദികൾ ചൊല്ലിനാൻ. പണ്ടു ലോകത്തിങ്കലിങ്ങനെയുള്ള പോര് ഉണ്ടായതില്ലിനിയുമുണ്ടാകയുമില്ല.
കണ്ടാലുമീ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിങ്കൽ മറ്റിവരെ പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽപ്പതിൻ മധ്യേ ദിവസത്രയം കഴിഞ്ഞു വൃശം. വാസരം 3 കഴിഞ്ഞോരനന്തരം വാസവദൈവതമസ്ത്രം കുമാരനും ലാഘവം ചേർന്നു കരേണ സന്ധിപ്പിച്ചു. രാഘവൻ തൻ പദാംഭോരുഹം മാനസേ ചിന്തിച്ചുറപ്പിച്ചാനതു ചെന്ന് പങ്ക്തി കണ്ഠാത്മജൻ കണ്ഠവും ഛേദിച്ചു. സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായി അന്തരാ തൂണിയിൽ വന്നു പൂക്കൂശരം. ഭൂമിയിൽ വീണിതു രാവണി തന്നുടല്ലാമയം തീർന്നിതു ലോകത്രയത്തിനും. ദുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനാർ. പുഷ്പങ്ങളും വർഷിച്ചാരുടനുടൻ അപ്സര സ്ത്രീകളും നൃത്തം തുടങ്ങിനാർ. നേത്രങ്ങളായിരം വിളങ്ങീതതാ ഗോത്രാരിതാനും പ്രസാദിച്ചിതേറ്റവും. താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ താപസന്മാരും ഗഗനചരന്മാരും. ദുന്ദുഭിനാദവും ഘോഷിച്ചിതേറ്റം ആനന്ദിച്ചിതാശു വിരിഞ്ചനുമന്നേരം. ശങ്കാവിഹീനം ചെറുഞാണുലിയിട്ടു ശംഖും വിളിച്ചുടൻ സിംഹനാദം ചെയ്തു വാനരന്മാരുമായി വേഗേന സൗമിത്രി. മാനവേന്ദ്രൻ ചരണാംബുജം കൂപ്പിനാൻ ഗാഠമായ ആലിംഗനം ചെയ്തു രാഘവനൂഢമോധം മുകർന്നീടിനാൻ മൂർധനീ. ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു ദുഷ്കരമെത്രയും നീ ചെയ്ത കാര്യം. രാവണി യുദ്ധേ മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാനറിക നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവനും. രാവണവിലാപം. യുദ്ധമന്യോന്യം പറഞ്ഞിരിക്കും നേരം പുത്രൻ മരിച്ചതു കേട്ടൊരു രാവണൻ വീണിതു ഭൂമിയിൽ മോഹം കലർന്നതിക്ഷീണനായി പിന്നെ വിലാപം തുടങ്ങിനാൻ. ആഹാ കുമാരാ മണ്ഡോദരീ നന്ദന, ആഹാ സുകുമാര വീരമനോഹര, മൽകർമ്മദോഷങ്ങൾ എന്തു ചൊല്ലാവത് ദുഃഖമിതെന്ന് മറക്കുന്നതുള്ളിൽ ഞാൻ. വിണ്ണവർക്കും ദ്വിജന്മാർക്കും മുനിമാർക്കും ഇന്ന് നന്നായുറങ്ങിടുമാറായത് നമ്മെയും പേടിയില്ലാർക്കുമിനി മമ ജന്മവും നിഷ്ഫലമായി വന്നിരീശ്വര. പുത്രഗുണങ്ങൾ പറഞ്ഞും നിരൂപിച്ചും അത്തൽ മുഴുത്തു കരഞ്ഞു തുടങ്ങിനാൻ. എന്നുടെ പുത്രൻ മരിച്ചത് ജാനകി തന്നെ കാരണമെന്നതുകൊണ്ടു ഞാൻ കൊന്നവൾ തന്നെ ചോര കുടിച്ചൊഴിഞ്ഞെന്നുമേ ദുഃഖമടങ്ങുകയില്ലമേ. ഖഡ്ഗവും ഓങ്ങിച്ചിരിച്ചലറിത്തത്ര നിർഗമിച്ചിടിനാൻ ക്രുധനാം രാവണൻ. സീതയും ദുഷ്ടനാം രാവണനെ കണ്ട് ഭീതയായ എത്രയും വേപധുഗാത്രിയായി ആ രാമ രാമ രാമേതി ജപത്തോടും ആരാമദേശേ വസിക്കും ദശാന്തരേ. ബുദ്ധിമാനായ സുപാർശ്വൻ നയഞ്ജൻ
അത്യുത്തമൻ കർപ്പൂരസത്തമൻ വൃത്തവാൻ. രാവണൻ തന്നെ തടുത്തു നിർത്തി പറയാവതെല്ലാം പറഞ്ഞിടിനാൻ നീതികൾ. ബ്രഹ്മകുലത്തിൽ ജനിച്ച ഭവാനിഹ നിർമ്മലനെന്നു ജഗത്രയ സമ്മതം. താവകമായ ഗുണങ്ങൾ വർണ്ണിപ്പതിനാവതല്ലോർക്കിൽ ഗുഹനുമനന്തനും. ദേവദേവേശ്വരനായ പുരവൈരീ സേവകന്മാരിൽ പ്രധാനനല്ലോ ഭവാൻ. പൗലസ്ത്യനായ കുബേര സഹോദരൻ ത്രൈലോക്യവന്ദ്യനാം പുണ്യജനാധിപൻ. സാമവേദജ്ഞൻ സമസ്ത വിദ്യാലയൻ. വാമദേവാദിവാസാത്മാജിതേന്ദ്രിയൻ. വേദവിദ്യാവ്രതസ്നാനപരായണൻ. ബോധവാൻ ഭാർഗവശിഷ്യൻ വിനയവാൻ. ഇന്നിരിക്കേ ഭവാനിന്ന് യുദ്ധാന്തരേ നന്നു നന്നെത്രയുമോർത്തു കൽപ്പിച്ചതും. സ്ത്രീവധമാകിയ കർമ്മത്തിനാശു നീ ഭാവിച്ചതും തവ ദുഷ്കീർത്തിവർദ്ധനം. രാത്രിഞ്ചരേന്ദ്രപ്രവരപ്രഭോ മയ സാർദ്ധം വിരവോടു പോരിക പോരിനായി. മാനവന്മാരെയും വാനരന്മാരെയും മാനേന പോർ ചെയ്തു കൊന്നുകളഞ്ഞു നീ ജാനകീദേവിയെ പ്രാപിച്ചുകൊള്ളുക. മാനസതാപം ദൂരെ നീക്കിയിടുക. നീതിമാനായ സുപാർശ്വൻ പറഞ്ഞത് യാതുധാനാധിപൻ കേട്ടു സന്തുഷ്ടനായി. ആസ്ഥാനമണ്ഡപേ ചെന്നിരുന്നെത്രയും ആസ്ഥയാ മന്ത്രികളോടും നിരൂപിച്ചു. ശിഷ്ടരായുള്ള നിശാചരന്മാരുമായി പുഷ്ടരോഷം പുറപ്പെട്ടിതു പോരിനായി. ചെന്നു രക്ഷോബലം രാമനോടേറ്റളവ് ഒന്നൊഴിയാതെ ഒടുക്കിനാൻ രാമനും. മന്നവൻ തന്നോടെതിർത്തിതു രാവണൻ നിന്നു പോർ ചെയ്താൻ അഭേദമായി നിർഭയം. പിന്നെ രഘൂത്തമൻ ബാണങ്ങളെയ്ത് ഭിന്നമാക്കിയിടിനാൻ രാവണദേഹവും. പാരം മുറിഞ്ഞു തളർന്നു വശം കെട്ടു ധീരതയും വിട്ടുവാങ്ങി ദശാനനൻ. പോരുമിനിമമ പോരുമെന്നോർത്തതിഭീരുവായി ലങ്കാപുരം പൂക്കനന്തരം.